പദാനുപദ വിവർത്തനം. വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ. പദാനുപദ വിവർത്തനത്തിൽ ശ്രോതഭാഷയിലെ പദങ്ങൾക്ക് തുല്യമായ പദങ്ങൾ ലക്ഷ്യഭാഷയിൽ കണ്ടെത്തണം. രൂപതുല്യതയാണ് ഇവിടെ പ്രധാനം. ശാസ്ത്രം, നിയമം, മതം തുടങ്ങിയ വിഷയങ്ങളുടെ വിവർത്തനത്തിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ രീതി ചിലപ്പോൾ മാത്രം വിജയിച്ചു എന്ന് വരാം. പലപ്പോഴും പദാനുപദ വിവർത്തനം ഇക്കാര്യത്തിൽ വിരൂപമായി തീരാൻ ഇടയുണ്ട്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പദാനുപദ വിവർത്തനത്തിൻ്റെ വിജയമായി കണക്കാക്കാവുന്നതാണ്. സ്വാനിമിക വിവർത്തനം. മൂലഭാഷയിലെ സ്വനിമ വ്യവസ്ഥയ്ക്കു പകരം ഏറെക്കുറെ സമമൂലമായ ലക്ഷ്യഭാഷ സ്വനിമ വ്യവസ്ഥ അംഗീകരിക്കലാണ് സ്വാനിമിക വിവർത്തനം. ഇംഗ്ലീഷിലെ സുൽത്താൻ ബത്തേരി ആയതും തൃശൂർ തൃശിവപേരൂർ ആയതും തിരുവനന്തപുരം ട്രിവാൻഡ്രം ആയതും സ്വനിമിക വിവർത്തനത്തിൻ്റെ ഫലമാണ്. സർഗാത്മക കൃതികളിൽ പലപ്പോഴും ഇത് കാണാറില്ല. ഗോത്ര കശ്യ ബന്ധങ്ങളിൽ ഭാഷകളിലെ വൈരുദ്ധ്യം വളരെ വലുതാണ്. ചങ്ങമ്പുഴയുടെ കവിതയായ കാവ്യനർത്തകിയിലെ രാഗ താള അക്ഷരവ്യവസ്ഥ മറ്റൊന്നിലേക്ക് പകരാൻ കഴിയുകയില്ലല്ലോ. വൃത്താനുവൃത്ത വിവർത്തനം പദാനുപദ വിവർത്തനത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതേസമയം തന്നെ മൂലകൃതിയിലെ വൃത്തത്തിൻ്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ട വിവർത്തനമാണിത്. ചില വിവർത്തക സ്വഭാവത്തിൽ ഇതിനെ പദാനുപദ വിവർത്തനത്തിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. മൂലകൃതിയിലെ വൃത്തം ലക്ഷ്യഭാഷയിലേക്ക് സംക്രമിപ്പിക്കുന്ന സ്വഭാവമാണിത്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത തർജ്ജമ ഈ വിവർത്തനത്തിന് ഉദാഹരണമാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ ലൈറ്റ് ഓഫ് ഏഷ്യ പൗരസ്ത്യദീപം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ പാശ്ചാത്യ ക്ലാസിക് വൃത്തമാണ് സ്വീകരിച്ചത്. എന്നാൽ അത് മലയാളത്തിലെ കാകളി വൃത്തത്തിലാണ് ചെയ്തിരുന്നതെങ്കിൽ വിജയമായിരുന്നേനെ എന്ന് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.